മാങ്ങാക്കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയത്. അതിന് ആദ്യം തന്നെ വേണ്ടത് നല്ല പച്ച മാങ്ങയാണ്. അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾ അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വിനാഗിരി വെച്ചെടുക്കാം, സുർക്ക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ, ചെറിയ അളവിൽ. എന്നിട്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് സവാള ചെറിയ രീതിയിൽ അരിഞ്ഞിടുക. ഒരു സവാളയാണ്, ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് കാന്താരിയാണ്. കാന്താരിയിലേക്ക് പച്ചമുളക് ഇടുക. പിന്നെ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലയാണ്. ശേഷം അതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നല്ല നെയ്യുള്ളതുകൊണ്ട് ഞാൻ ഈ നെയ്യും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ്. കാരണം അതാണ് ഇത്രയും ടേസ്റ്റ് കൂടിയെന്ന് തോന്നും. നല്ല നെയ്യാണെന്ന് പറയാൻ കാരണം പരിചയമുള്ള ആൾ സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്യാണിത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ഒരു തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുക്കാനുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറിയും കുറച്ച് തേങ്ങയാണ്. എന്നിട്ട് അതിൻ്റെ 1-ാം പാലെടുത്ത് ശേഷം 2-ാം പാൽ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്തത് 2-ാം പാൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2-ാം പാൽ വെച്ചിട്ടാണുള്ളത്. ഞാനതൊന്ന് ഇളക്കിക്കൊണ്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം.